100 വർഷം മുൻപ്, അതായത് 1925 ഡിസംബർ 26-ന് കാൺപൂരിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ ഏതാനും വിപ്ലവകാരികൾ ഒത്തുചേർന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഗതി മാറ്റാനായിരുന്നു. ഇന്ന് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ചല്ല, മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെയും തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളുടെയും സാമൂഹിക നീതിക്കായുള്ള ദീർഘകാല സമരങ്ങളുടെയും ആവേശകരമായ ഒരു ചരിത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ തേടുമ്പോൾ നമുക്ക് ആദ്യം എത്തിച്ചേരേണ്ടത് യൂറോപ്പിലെ വ്യാവസായിക വിപ്ലവത്തിലേക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അലയൊലികളിലേക്കുമാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് പകർന്നു നൽകിയ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ ആശയങ്ങൾ രാജവാഴ്ചയ്ക്കെതിരെയും പഴയ വ്യവസ്ഥിതിക്കെതിരെയും പുതിയൊരു ലോകബോധം സൃഷ്ടിച്ചു. ഇതിന് പിന്നാലെ കാൾ മാർക്സ് മുന്നോട്ട് വെച്ച ശാസ്ത്രീയ സോഷ്യലിസം എന്ന ആശയം ലോകത്തെ കീഴാളവർഗത്തിൻ്റെ വിമോചന മന്ത്രമായി മാറി. മുതലാളിത്തം അതിൻ്റെ തന്നെ വൈരുദ്ധ്യങ്ങളാൽ തകരുമെന്നും പകരം ചൂഷണരഹിതമായ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നിലവിൽ വരുമെന്നും മാർക്സ് പ്രവചിച്ചു. എന്നാൽ മാർക്സ് പ്രതീക്ഷിച്ചതുപോലെ വികസിത യൂറോപ്യൻ രാജ്യങ്ങളിലല്ല, മറിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന റഷ്യയിലാണ് 1917-ൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നത്. ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ വിപ്ലവം ഇന്ത്യ ഉൾപ്പെടെയുള്ള അധിനിവേശ രാജ്യങ്ങളിലെ വിപ്ലവകാരികൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകിയത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് 3 പ്രധാന രാഷ്ട്രീയ സ്രോതസ്സുകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എം.എൻ. റോയിയുടെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ. 1-ാം ലോക മഹായുദ്ധകാലത്ത് മെക്സിക്കോയിലും ജർമ്മനിയിലും പിന്നീട് റഷ്യയിലും സജീവമായിരുന്ന റോയി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പണവും ആയുധവും ശേഖരിക്കാൻ ശ്രമിച്ചിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹം പങ്കെടുത്തു. 2-ാമത്തെ സ്രോതസ്സ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സ്വതന്ത്രമായി രൂപം കൊണ്ട ഇടതുപക്ഷ ഗ്രൂപ്പുകളായിരുന്നു. ബോംബെയിൽ എസ്.എ. ഡാംഗെയും കൽക്കത്തയിൽ മുസഫർ അഹമ്മദും ലാഹോറിൽ ഗുലാം ഹുസൈനും മദ്രാസിൽ ശിങ്കാരവേലു ചെട്ടിയാരും ഇത്തരത്തിൽ പ്രസ്ഥാനം പടുത്തുയർത്താൻ മുൻകൈയെടുത്തു. 3-ാമത്തെ സ്രോതസ്സ് 1920-കളിൽ ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വന്ന തൊഴിലാളി കർഷക സംഘടനകളായിരുന്നു. ഇതേ വർഷം തന്നെയാണ് AITUC എന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും രൂപീകരിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക വർഷത്തെക്കുറിച്ച് ഇന്നും ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട്. 1920 ഒക്ടോബറിൽ താഷ്കണ്ടിൽ വെച്ചാണ് പാർട്ടി രൂപീകരിച്ചതെന്ന് ഒരു വിഭാഗം, പ്രധാനമായും CPIM, വിശ്വസിക്കുമ്പോൾ 1925-ൽ കാൺപൂരിൽ നടന്ന സമ്മേളനമാണ് പാർട്ടിയുടെ ഔദ്യോഗിക തുടക്കമെന്ന് CPI കരുതുന്നു. താഷ്കണ്ടിലെ രൂപീകരണം ഒരു അന്താരാഷ്ട്ര സ്വഭാവമുള്ളതാണെങ്കിൽ കാൺപൂരിലേത് പൂർണ്ണമായും ഇന്ത്യൻ മണ്ണിൽ നടന്ന ആദ്യത്തെ ഏകീകൃത ശ്രമമായിരുന്നു. അന്നത്തെ കാൺപൂർ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനവും അതേ നഗരത്തിൽ നടക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കിടയിലും തൊഴിലാളികളുടെയും കർഷകരുടെയും മോചനം ലക്ഷ്യമിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒന്നിച്ചുകൂടി. അക്കാലത്ത് ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ചുമത്തിയ കാൺപൂർ ബോൾഷെവിക് ഗൂഢാലോചന കേസ് പ്രസ്ഥാനത്തെ തളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നുവെങ്കിലും അത് കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുത്തു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വലിയ വെല്ലുവിളികളാണ് നേരിട്ടത്. 1929-ലെ മീററ്റ് ഗൂഢാലോചന കേസിനെ തുടർന്ന് പാർട്ടിയെ നിരോധിക്കുകയും പ്രമുഖ നേതാക്കളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. എങ്കിലും കോൺഗ്രസിനുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന വിഭാഗവുമായി ചേർന്ന് അവർ പ്രവർത്തിച്ചു. എന്നാൽ 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിന് പ്രാധാന്യം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കി. ഇത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പാർട്ടിയെ ഒരു കാലത്ത് ഒറ്റപ്പെടുത്താൻ കാരണമാവുകയും ചെയ്തു. എങ്കിലും സ്വാതന്ത്ര്യാനന്തരം നടന്ന തെലങ്കാന സമരവും ബംഗാളിലെ തേഭാജ സമരവും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വേരുകൾ ആഴ്ത്താൻ സഹായിച്ചു. ഭൂരഹിതരായ കർഷകർക്ക് ഭൂമിക്കായുള്ള പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ പാത സ്വീകരിക്കാൻ തീരുമാനിച്ചു. ലോകത്താദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നത് 1957-ൽ കേരളത്തിലാണ്. ഇത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ചരിത്ര സംഭവമായിരുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ കാർഷിക പരിഷ്കരണങ്ങളും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകകളായി ഇന്നും വാഴ്ത്തപ്പെടുന്നു. ബംഗാളിലും ത്രിപുരയിലും ദീർഘകാലം അധികാരത്തിലിരുന്നതുകൊണ്ട് ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിച്ചു. എന്നാൽ 1964-ൽ പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങളെ തുടർന്ന് പാർട്ടി രണ്ടായി പിളർന്നത് പ്രസ്ഥാനത്തിൻ്റെ കരുത്തിനെ ദോഷകരമായി ബാധിച്ചു. സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും സ്വാധീനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും
കോൺഗ്രസിനോടുള്ള നിലപാടും ഈ പിളർപ്പിൻ്റെ പ്രധാന കാരണങ്ങളായിരുന്നു. ഇന്ന് 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യൻ ഇടതുപക്ഷം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. 2004-ൽ ലോക്സഭയിൽ 60ഓളം സീറ്റുകളുണ്ടായിരുന്ന ഇടതുപക്ഷം ഇന്ന് കേവലം 8 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച തിരിച്ചടികൾ രാഷ്ട്രീയമായ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. മാറുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ വളർച്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. തൊഴിലാളി വർഗം എന്ന പഴയ നിർവചനങ്ങൾ മാറുകയാണെന്നും പുതിയ കാലഘട്ടത്തിലെ വൈജ്ഞാനിക തൊഴിലാളികളെയും അസംഘടിത മേഖലയെയും ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പഴയ പ്രമാണങ്ങളിൽ മാത്രം അള്ളിപ്പിടിച്ചിരിക്കുന്നതും കാലാനുസൃതമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വൈകുന്നതും ഈ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇന്നും കുറഞ്ഞിട്ടില്ല. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി സംസാരിക്കാൻ ഉറച്ചൊരു ഇടതുപക്ഷ ശബ്ദം അനിവാര്യമാണ്. പാരിസ്ഥിതിക വെല്ലുവിളികൾ, കുടിയേറ്റ പ്രശ്നങ്ങൾ, വർദ്ധിച്ചു വരുന്ന സാമൂഹിക യാഥാസ്ഥിതികത്വം എന്നിവയ്ക്കെതിരെ പോരാടാൻ പുതിയൊരു കാഴ്ചപ്പാടോടെ ഇടതുപക്ഷം മുന്നോട്ട് വരേണ്ടതുണ്ട്. കേവലം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം സമൂഹത്തിലെ അസമത്വങ്ങൾക്കെതിരെ നിരന്തരം കലഹിക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനിയും മാറാൻ സാധിക്കും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെ പിഴവുകൾ തിരുത്തി പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുമോ എന്നതാണ് വരും കാലം ഉറ്റുനോക്കുന്നത്. അടിച്ചമർത്തപ്പെട്ടവൻ്റെയും ചൂഷിതൻ്റെയും ഒപ്പമാണ് തങ്ങളെന്ന അടിസ്ഥാന തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാലഹരണപ്പെട്ട ചിന്താഗതികൾ ഉപേക്ഷിച്ച് ക്രിയാത്മകമായി സംവദിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായാൽ മാത്രമേ വരാനിരിക്കുന്ന ഒരു നൂറ്റാണ്ടുകൂടി അവർക്ക് അവകാശപ്പെടാൻ സാധിക്കൂ.